KVയിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ KR പുരത്ത് അയ്യപ്പനഗറിലുണ്ടായിരുന്ന കാലത്ത് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയാട്ടോ. ഭയങ്കര തണുപ്പാണ്ടാവുക. ഉറക്കത്തൊന്നും നീക്കാനേ തോന്നില്ല. അങ്ങനെ അവിടെ കിടക്കാൻ തോന്നും. എന്നാ അമ്മ ഉണ്ടോ വിടണു, അമ്മ അതും ഇതും പറഞ്ഞ് കുറെ ചീത്ത പറയും, വിളിപ്പിച്ച് നീപ്പിച്ചിരുത്തും. ഞാൻ വീണ്ടും കിടന്നുറങ്ങും. അവസാനം അച്ഛൻ്റെ ഒരു പ്രയോഗമുണ്ട്. കിടന്നുറങ്ങണ എൻ്റെ എല്ലാ ഡ്രസ്സും അച്ഛൻ അഴിക്കും. അപ്പോ ആൾക്കാര് കാണുമല്ലോ എന്നുള്ളതിന് ഞാൻ പറഞ്ഞായിരുന്നത് ആൾക്കന്മാര് കാണും അച്ഛാന്ന് പറഞ്ഞിട്ടാ കരഞ്ഞായിരുന്നത് ഇത്ര. പോലീസുകാരെ എന്റെ അച്ഛനെ പിടിച്ചോണ്ടോക്കോളേ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇത്ര. ഉന്തി തള്ളി ബാത്റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുറങ്ങും ഞാൻ. അമ്മയാണെങ്കിൽ രാവിലത്തെ തിരക്കിലാണ്ടാവുക. എന്നെയും അഞ്ചേച്ചേനെയും അച്ഛനെയും ഒക്കെ പറഞ്ഞയക്കണം. അമ്മയ്ക്കും ഓഫീസിൽ പോകണം. കടിക്കാനും പിടിക്കാനും കിട്ടിയിട്ടുള്ളതൊക്കെ എടുത്തിട്ട് പൊക്കോ പറയില്ലേ. അങ്ങനെ വാല് നിറകയിൽ വെച്ചിട്ട് അമ്മ ഓഫീസിലേക്ക് പോവുക. KR പുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഓംനി വാനാട്ടോ വന്നിരുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അതിനു മുമ്പുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ KVയിലെ സ്റ്റുഡൻസിന് കൊണ്ടുപോകാൻ ബസ് വന്നിരുന്നു. ബസ്സല്ലാതെ യുദ്ധത്തിനും മറ്റാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യണ പട്ടാളക്കാരുടെ ട്രക്കാണത്. പേര് ശക്തിമാൻ. അതിന്റെ പിന്നിലൊരു കോണിയൊക്കെ ഉണ്ടായിരുന്നു. ആ കോണിയൊക്കെ കയറി വണ്ടിയിലിരുന്നിട്ട് പോണതങ്ങോട്ട് കണ്ടാ യുദ്ധത്തിന് പോവാ തോന്നും. എന്നാ വാൻ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാവും കേട്ടോ ഞാൻ സോക്സ് ഇടുണ്ടാവുക. അഞ്ചേച്ചി ആണെങ്കിൽ എല്ലാ പണികളും തീർത്തിരിക്കണ്ടാവും. അഞ്ചേച്ചി ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു കേട്ടോ. ഞാനായിരുന്നു വക്ക് കൊട്ടിയത്. ഇപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മ. എന്നാൽ ശരി കേട്ടോ, പോയിട്ട് ഇഷ്ടം പണിയുണ്ട്.